ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എരുന്ത് ഇറച്ചിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എരുന്തരച്ചി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എരുന്തരച്ചി ഉണ്ടാക്കുന്ന എങ്ങനെ കണ്ടിട്ട് വരാം. അപ്പോൾ അത് ആ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. കുറച്ചും കൂടി ഇത്രയും വെളിച്ചെണ്ണ നമ്മൾ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ എണ്ണ ചൂടായിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കട്ടോ. ഇതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞ് വെച്ചതാണ്. പിന്നെ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഈ ഒരു എന്താണ് തക്കാളിയില്ല ഇതൊക്കെ ഇട്ട് ഉള്ളിയും ആ ഒരു പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഇതാക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു ഉള്ളിയാണ്. ഇതൊരു വലിയൊരു ഉള്ളി കൊത്തി അരിഞ്ഞതാണ്. അപ്പോൾ നമുക്കിത് ഇതിനകത്തേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കല്ലുപ്പും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കാം. നമുക്ക് ഇനി 2 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് വാടട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടത് സാദാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ഇട്ടത് ഗരം മസാല, കാശ്മീരി ചില്ലി പൗഡർ. അപ്പോൾ നമുക്ക് ഇത് ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാണ് കേട്ടോ എരുന്തരച്ചി. അപ്പോൾ നമുക്ക് ഇത് ചട്ടിയിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എരുന്തരച്ചി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി കഴിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ കേട്ടോ നമ്മൾ ഉണ്ടാക്കിയ എരുന്തരച്ചി അതൊന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചോറും ഇതും കൂടി ഒന്ന് കഴിച്ചു നോക്കാം. നല്ല രസമുണ്ട്, സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.